എപ്പോഴായിരുന്നു? അരമണിക്കൂറായേ ഉള്ളൂ. ആക്സിഡന്റാ? ഇല്ലണ്ണ, ഞാൻ കയറി തൂങ്ങി. തൂങ്ങിയാ? അപ്പൊ ആത്മഹത്യ? ആത്മഹത്യ അല്ലണ്ണ, സത്യം പറഞ്ഞ എല്ലാവരും ഞാൻ തന്നെ കൊന്നതാണ്. കൊന്നതാ? അണ്ണാ, ഞാൻ ബിടെക്കാണ് പഠിച്ചത്. കുറെ സപ്ലി ഒക്കെ ഉണ്ട്. എന്ന് നാട്ടുകാർ ഓരോ ചോദ്യം, ജോലി ആയില്ലേ. ഇന്ന് രാവിലെ അച്ഛന്തൊക്കെ വിളിച്ചാരി പറഞ്ഞു. എനിക്ക് സങ്കടം സഹിക്കാൻ ഞാൻ കയറി തൂങ്ങി. തൂങ്ങിയെങ്കിൽ കുറെ അനുഭവിച്ചാണോ? എന്റെ പൊന്നണ്ണ, കയറി തൂങ്ങല്ലേ, അനുഭവിക്കും. ഞാൻ തന്നെ തൂങ്ങണ, ഞാൻ ഓൾറെഡി ചത്തില്ലടാ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കയറി തൂങ്ങിപ്പോയില്ലേ, പകുതിക്ക് വെച്ച് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അതൊക്കെ ട്രെയിൻ ഇടിച്ച് മരിക്കണോടാ. ഞാൻ ഇവിടെ എത്തിയിട്ടാണെങ്കിൽ അറിയണം ഞാൻ ട്രെയിൻ തട്ടി മരിച്ചെന്നുള്ളത്. നിനക്കെല്ലാം അടിയുടെ കുറവാണ്. എന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവത്തുണ്ടാവും. എന്തോന്ന് അവസ്ഥ? ഈ അവസ്ഥ ഞാനും തരണം ചെയ്തിട്ട് തന്നെ വന്നത്. എടാ, ജോലിയാണ് നിന്റെ പ്രശ്നമെങ്കിൽ നിനക്ക് സ്റ്റാക്കപ്പ് ലേണിംഗ് ഹബിൽ എന്നെ പോലെ ജോയിൻ ചെയ്താൽ പോരായിരുന്നു. അവിടെ നിന്ന് പ്രത്യേകത? എടാ, ഇത് 5 മാസത്തെ ഇന്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. +2 കഴിഞ്ഞാൽ ആർക്കും ഇത് ജോയിൻ ചെയ്യാം. സപ്ലൈ എന്നൊരു വിഷയമല്ല. പിന്നെ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് പഠിപ്പിക്കണം. ഒരു പക്ക IT കമ്പനി എങ്ങനെയാണ് അതേപോലെയാണ് ആ അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങളെ ചെയ്ത് പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഗുണപ്പെടും. പിന്നെ 100% പ്ലേസ്മെന്റും ഉണ്ട്. അങ്ങനെയൊക്കെയല്ലടാ എനിക്കും ആ ജോലി കിട്ടിയത്. എന്നിട്ട് എന്താവാ? ആ സന്തോഷ വാർത്ത ഞാൻ എന്റെ പെണ്ണിന്റെ അടുത്ത് ഫോണിൽ കൂടെ സംസാരിച്ച് പാളത്തിൽ കൂടെ വന്നപ്പോഴാണ് എന്നെ ട്രെയിൻ വന്നിടിച്ചത്. അത് പോട്ടെണ്ണ, എനിക്ക് ആ നമ്പർ ഒന്ന് തരൂ കമ്പനിയുടെ. എന്തേലും എടുപ്പേ, നീ ചത്ത് നമ്പർ ഇട്ടിട്ട് ഇനി എന്തിനുണ്ടാക്കാൻ പോണു? അപ്പൊ ഇനി അങ്ങോട്ട് പോയ ഒരു ഓപ്ഷനും ഇല്ലേ? ചെന്ന് കയറിക്കൂടെ? ഇവിടെ ഇരുന്ന് ഓരോരുത്തരുടെ ജീവിതം കണ്ടോണ്ടിരിക്കുക. തിരിച്ചു പോയ ഒരു വഴിയില്ലല്ലേ? ഒരു വഴിയില്ല അവിടെ.